السلام عليكم ورحمة الله وبركاته. الحمد لله. وعليكم السلام وعليكم ورحمة السلام الله ورحمة الله وبركاته. وبركاته. الحمد لله الذي أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا القرآن إلى لقائنا الجديد من لقاءات تدبر القرآن تحت إشراف فهم الഖുർആൻ അല ഐശ്വര്യ തെളിവ്. ഖുർആൻ പഠനത്തിൽ എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന തദബ്ബുർ ഖുർആൻ പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേദിയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗത്തിൽ മലക്കുകളോടും അള്ളാഹിന്റെ കലാം സൂക്ഷിക്കുന്ന കൈകാര്യം ചെയ്യുന്ന മലക്കുകളോടും ശുഹദാ, അംബിയ, മുർസല്, സിദ്ദീഖ് അങ്ങനെയുള്ള സച്ചരിതരായ ആൾക്കാരോടൊപ്പം നമ്മെ വസിപ്പിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അഅലയിൽ നിന്ന് ആമീൻ. നമ്മൾ ഈ പണിയിൽ വ്യാപൃതമാവുകയും ഖുർആൻ പഠിക്കുകയും അത് മനഃപ്പാഠമാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്തതുകൊണ്ട് നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും അതിന്റെ പ്രതിഫലം. ആരാണ് ഉയർന്ന പദവിയിൽ അവരെ പദവിയിലേക്ക് നമ്മളെയും ഉയർത്തും, അല്ലെങ്കിൽ നമ്മളെ പദവിയിലേക്ക് മാതാപിതാക്കളെയും ഉയർത്തും എന്നാണ്. മാത്രമല്ല മാതാപിതാക്കൾക്ക് അല്ലാഹ് സൂര്യനേക്കാൾ പ്രകാശപൂരിതമായ കിരീടമണിയിക്കുമെന്നാണ്. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്ക് അണിയിച്ചു. ആമീൻ. അതിന്റെ പ്രകാശം നമ്മളെ ചുറ്റുവട്ടത്തുമുള്ള നമ്മുടെ ബന്ധുമിത്രാദികൾക്കും സഹകാരികൾക്കും ഒക്കെയും ആമീൻ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്ക് എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രാധാന്യം നോക്കിയാൽ ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യം വേണ്ട. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ 4 من الطير فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم. مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت 7 سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم. الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذى لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. قول معروف ومغفرة خير من صدقة يتبعها أذى والله غني حليم. يا أيها الذين آمنوا لا تبطلوا صدقاتكم بالمن والأذى كالذي ينفق ماله رئاء الناس ولا يؤمن بالله واليوم الآخر فمثله كمثل صفوان عليه تراب فأصابه وابل فتركه صلدا لا يقدرون على شيء مما كسبوا والله لا يهدي القوم الكافرين. وإذ قال إبراهيم
റബ്ബി അരിനി. അരിനി എന്താണ്? കാണിച്ചു. കാണിച്ചു തരിക. കാണിച്ചു തരിക. അറായുരി കാണിച്ചു കൊടുത്തു, അല്ലെ? കാണിച്ചു തന്നു. അരിനി, എനിക്ക് കാണിച്ചു തരൂ. കൈഫ തുഹ്യിൽ മൗത. കൈഫ തുഹ്യിൽ മൗത. മരിച്ചവനെ നീ എങ്ങനെ ജീവിപ്പിക്കുമെന്ന്. മൗത്ത എന്ന് പറയുമ്പോ അതെന്താണ്? ബഹുവചനമാണ്. അൽ മൗത്ത. മയ്യിത്താണ് അതിന്റെ ഏകവചനം. അതിന്റെ ബഹുവചനം അംവാത്ത് എന്നും പറയും. അംവാത്ത് എന്നും പറയും, അതേപോലെ മൗത്ത എന്ന് പറയും. കൈഫ തുഹ്യിൽ മൗത്ത, എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് നീ ഒന്ന് കാണിച്ചു തരണമേ റബ്ബേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു. അപ്പൊ അള്ളാഹ് ചോദിച്ചു, അവലം തുഅ്മിൻ, അവ ലം തുഅ്മിൻ, നീ വിശ്വസിച്ചിട്ടില്ലയോ, നിനക്ക് ഇതുവരെയും വിശ്വാസം വന്നിട്ടില്ലയോ എന്ന് അള്ളാഹ് ചോദിച്ചു. ഖാല അവലം തുഅ്മിൻ ഖാല ബല. അപ്പൊ ലം എന്ന് നെഗറ്റീവായിട്ട് ചോദിച്ചുകൊണ്ട് ബല, വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്? ബല, ഓഫ് കോഴ്സ്, ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, തീർച്ചയായും ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. വലാകിൻ, പക്ഷേ ലിയത്മഇന്ന, യത്മഅന്ന യത്മഇന്നു, ഇതിന്റെ ഒരു രൂപം നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? യത്മഅന്നന്റെ ഒരു രൂപം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ വാക്ക്? മുത്മഇന്നത്തുൻ. അതെങ്ങനെ വന്നതാണ്? അത് എങ്ങനെ വന്നതാണെന്ന് ഇവിടുന്ന് ഇത്മാഇന്ന എങ്ങനെ വന്ന അങ്ങോട്ട്? മുത്തുമൈന കർമ്മണി പ്രയോഗമാണ്. മീമാക്കി മാറ്റുന്നു. കർമ്മണി പ്രയോഗത്തിൽ മീമാക്കി മാറ്റും. മൂ എങ്ങനെ വന്നു? മുത്തുമൈന എങ്ങനെ വന്നു? കർമ്മ, കർത്താവ്, കർമ്മത്തിനാണ് അവസാനത്തിന് മുമ്പുള്ളതിന് നെസ്ബൊന്നും ചെയ്തില്ല. മുത്മഇന്നുൻ കർത്താവാണ്. കർത്താവാണ്. അതല്ല ഒരു യങ്ങർ സ്റ്റുഡന്റ്. അപ്പൊ കർത്തൃനാമം എന്ന് പറയാം നമുക്ക്. കർത്തൃനാമം, ഈ ക്രിയയിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന നാമത്തിന് കർത്തൃനാമം എന്ന് പറയാം. അതിന്റെ സ്ത്രീലിംഗമാണ് മുത്മഇന്നത്തുൻ. നഫ്സ് സ്ത്രീലിംഗം ആയതുകൊണ്ട് മുത്മഇന്നത്തുൻ. യാ അയ്യത്തുഹൻ നഫ്സുൽ അയ്യത്തുഹ എന്ന് പറയും. നഫ്സുൽ മുത്മഇന്ന. അപ്പൊ ഇത്മഅന്ന ഇവിടെ അറാന്നുള്ളതിന്റെ മുള്ളാരിന്നല്ലേ വരിക? അല്ല, ഇവിടെ മാത്രമല്ലല്ലോ. അറായുടെ മുളാരി എങ്ങനെയാ വരിക? അൻസലയുടെ മുളാരി എന്താ? യുൻസിലു. അറ എന്നത് അൻസല ഗ്രൂപ്പാണ്. അറായുരി. കദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി. അപ്പൊ അരിനി, അപ്പൊ ഇവിടെ കൽപ്പന ആയതുകൊണ്ട് അവസാന ദുർബലാക്ഷം കൂടെ പോയി. പിന്നെ യാൽ മുത്തകല്ലിമുണ്ട് ഇടയ്ക്ക് വന്നത്, നൂന് ഗത്തായത്ത്. അപ്പോ അഞ്ചല ഗ്രൂപ്പില് 4 ലക്ഷം 2 ലക്ഷം മാത്രമേ ഉള്ളൂ. അറായുരി. കാരണം അറ എന്ന ഹംസ കൊണ്ട് തുടങ്ങുന്നതായതുകൊണ്ട് അഞ്ചല ഗ്രൂപ്പില് മുലാരി വരുമ്പോൾ ഹംസ അങ്ങ് പോകും. യുൻസിലു, അഞ്ചല യുൻസിലു. കൽപ്പനഗിരി വരുമ്പോൾ അഞ്ചിൽ എന്നാ വരിക. അറായുരി വരുമ്പോൾ അരി. ഇതിന്റെ പട്ടിക നമുക്ക് പഠിക്കണമായിരുന്നല്ലോ ഏതോ ഒരു പരീക്ഷയ്ക്ക്. അരി, അറൂ, ലാ തുരി, ലാ തുറൂ പഠിച്ചിട്ടില്ലേ? ഫൈനലായ സർട്ടിഫിക്കറ്റ് തിരിച്ചു വാങ്ങിക്കണം. സർട്ടിഫിക്കറ്റ് തന്നില്ല എന്ന് തോന്നുന്നു. അതാണ്. ഓക്കെ, സംശയം തീർന്നോ? ഓക്കെ, സംശയം തീരാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. കാരണം അന്ന് പഠിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അൽബക്കറ അതുപോലെ ഇങ്ങനെ വായിച്ചു പോകുമ്പോഴത്തേക്ക് നമ്മളെല്ലാം ക്ലിയർ ആയിട്ട് പോകണം. ഞാൻ ഗൗരവത്തിൽ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടി തഹ്ഖീഖ് ആക്കാൻ വേണ്ടിയാണ്.
കാല അവലം തുഅ്മിൻ കാല ബല വലാകിൻ ലി, അപ്പോ ബല വലാകിൻ ലിയത്മഇന്ന, യത്മഅന്ന യത്മഇന്നു, യത്മഅന്ന യത്മഇന്നു. ശാന്തി അടഞ്ഞു, ശാന്തി അടഞ്ഞു, സമാധാനം സമാധാനപ്പെട്ടു. അടഞ്ഞു. വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിന് ശാന്തി അടയുന്നതിന് വേണ്ടിയാണ്. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനങ്ങൾക്കിടയിൽ പ്രബോധനം നടത്തുന്ന ആളാണ്, അല്ലെങ്കിൽ ദൗത്യം നിർവഹിക്കുന്ന ആളാണ്, ദൂതനാണ്. അദ്ദേഹത്തിന് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം വിശാലത്ത് നിർവഹിക്കുന്ന ആളാണ്. വിശാലത്ത് നിർവഹിക്കുന്ന ആളിനെ സംബന്ധിച്ചോളം കുറച്ചുകൂടി എന്ത് വേണം? സംഗതി കുറെ കൂടി ബോധ്യപ്പെടണം. അപ്പോഴാണ് അത് പറഞ്ഞു കൊടുക്കാൻ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. അല്ലേ? നിങ്ങൾ പ്രിലിമിനറി ഒന്ന് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാം, നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാമെന്ന്. അപ്പൊ അന്ന് പഠിപ്പിച്ച് കൊടുക്കാൻ തുടങ്ങിയവർക്ക് ഇന്ന് കുറെ കൂടെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റും. അതേപോലെ പ്രബോധനം ചെയ്യുന്ന ആൾക്ക് പറയുന്ന ഖുർആനിൽ പറയുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സിദ്ധാന്തങ്ങൾ, അല്ലെങ്കിൽ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ, അള്ളാഹ് പഠിപ്പിച്ചു കൊടുക്കുക, പറയാൻ ജനങ്ങളോട് പറയാൻ പറയുന്ന കാര്യങ്ങൾ ശരിയായി ബോധ്യം വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ക്ലിയറായിട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ എന്റെ മനസ്സിന് ശാന്തി അടയുന്നതിന് വേണ്ടിയാണ്. എങ്കിൽ നീ ഇതാ ചെയ്തോ, എങ്കിൽ നീ എന്താവുന്ന പറഞ്ഞേ? എന്താ? അഹദ എടുത്തു, പിടിക്കുക. നീ എടുക്കുക. നീ എടുക്കൂ അല്ലെങ്കിൽ പിടിക്കൂ. എടുക്കുകയും പിടിക്കുകയും ചെയ്തല്ലോ. അഹദ എടുത്തു പിടിച്ചു എന്ന് പറഞ്ഞില്ലേ? ചില ആൾക്കാർ രണ്ട് അർത്ഥം കൂടെ പറഞ്ഞുള്ളൂ. രണ്ടർത്ഥം പറഞ്ഞാലും കുഴപ്പമില്ല. എടുത്തു പിന്നെ ഹൈഫണോ അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ പിടിച്ചു എന്ന് പറയും. ചില ആൾക്കാർ എടുത്ത് പിടിച്ചു എന്ന് പറയും. രണ്ടു പറഞ്ഞാലും കുഴപ്പമില്ല. എടുത്ത് പിടിച്ചാലും എടുക്കാതെ പിടിച്ചാലും പിടിക്കാതെ എടുത്താലും കുഴപ്പമില്ല. അർബഅത്തൻ മിനത്വയർ. ത്വയർ എന്താ? പക്ഷികൾ. 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 അർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. ത്വയർ പക്ഷി, ത്വയർ പക്ഷികൾ. വലാ ത്വാഇരിൻ യതീറു ബിജനാഹൈഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. അല്ലേ? മുൾക്കിലും ഉണ്ടല്ലോ ത്വാഇറില്ലേ? അപ്പൊ അർബഅത്തൻ മിന ത്വയ്രി ഫസുർഹുന്ന. എന്നിട്ട് എന്ത് ചെയ്യണം? സുർഹുന്ന എന്ന് പറഞ്ഞാൽ ഖർരിബ ഇലൈഹിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അതിനെ ഖതഅ എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. കേട്ടാ? സാറ ഷൈഅ യസൂറുഹു സൗറൻ ഖതഅഹു എന്നൊരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. അതിന് എടുത്ത തഫ്സീറിൽ, അറബി തഫ്സീറിൽ. ഏതാണ്? 260. ഇണക്കുക എന്നാണ് പല പണ്ഡിതന്മാർ, ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. ചില പണ്ഡിതന്മാര് മുറിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ത് ചെയ്തിട്ടുണ്ട്? പൊതുവിൽ അംഗീകരിച്ചുകൊണ്ടാണ് എല്ലാവരും വ്യാഖ്യാനം നടത്തുന്നത്. പൊതുവിൽ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നിന്നിലേക്ക് ഇണക്കുക എന്ന്, ഫസുറുഹുന്ന എന്ന് പറഞ്ഞാൽ അവയെ നിന്നിലേക്ക് ഇണക്കുക, അടുപ്പിക്കുക അല്ലെങ്കിൽ ഇണക്കുക. ഇലയിക്ക, നിന്നിലേക്ക്. സുമ്മ ഇജ്അൽ എന്ന് പറഞ്ഞു. പിന്നീട് എന്ത് പറഞ്ഞു? ഇജ്അൽ അലാ കുല്ലി ജബലിൻ, ആ കാണുന്ന പർവ്വതങ്ങളിൽ ഓരോ പർവ്വതത്തിലും മുകളിൽ എന്ത് ചെയ്യുക? വയ്ക്കുക. മിൻ ഹുന്ന, അവയിൽ നിന്ന്, ജുസ്അൻ, ഒരു ഭാഗം. അപ്പൊ എന്താണ്? ഖതഅതൻ, ഒരു കഷണം എന്ന അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ ഖതഅതൻ, ഒരു മുറി. അപ്പൊ അവയെ നിന്നോട് ഇണക്കുക എന്നിട്ട് മുറിക്കുക എന്നും പണ്ഡിതന്മാര് അർത്ഥം പറഞ്ഞു. ഓക്കെ.
ഫസറുഹുന്ന ഇലൈക്കാക്കി ഒരു പണ്ഡിതൻ പറഞ്ഞേക്കുന്നത് ഇജ്മഅഹുന്ന ഇലൈക്ക, ഇജ്മഅഹുന്ന ഇലൈക്ക വഖർരിബ്ഹുന്ന മിൻക, നിന്നിലേക്ക് അടുപ്പിക്കുക, നിന്നിലേക്ക് ഇജ്മഅഹുന്ന ശേഖരിക്കുക. അപ്പൊ എന്തായിരുന്നാലും ഫസറുഹുന്ന നിന്നിലേക്ക് ഇണക്കുക, അടുപ്പിക്കുക. അവ എന്ത് ചെയ്യുന്നു? നീ ഇഷ്ടപ്പെട്ട ജീവിയായിട്ട് നീ അവയെ വളർത്തുന്നു, നിന്നിലേക്ക് ഇണക്കി ചേർക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്? നല്ല വിളിച്ചാൽ വരുള്ളൂ. അപ്പൊ അതിന്റെ ഓരോ കിറ്റാത്ത്, ഓരോ മുറി എന്ത് ചെയ്യുന്നു? ഓരോ കഷണം ഒരു പർവ്വതത്തിന്റെ മുകളിൽ വെക്കുക. ഇജഅൽ ആക്കുക, ഇജഅൽ അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്അൻ, അതിന്റെ ഒരംശം, ജുസ് ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എന്നല്ല പറഞ്ഞത്, മറിച്ച് എന്താണ്? ഒരു ജുസ് എന്ന് പറഞ്ഞാൽ ഒരു കിത്താത്തൻ, ഒരു മുറി എന്നാണ്. ജുസ്അൻ എന്നതിന് കിത്താത്തൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജുസ് എന്ന് പറഞ്ഞ ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കിത്താത്തൻ, ഒരു മുറി. സുമ്മദുഹുൻ, അതിന്റെ ഒരു മുറി, ഒരു കഷണം ഓരോ പർവ്വതത്തിലും കൊണ്ടുവച്ചാൽ സുമ്മദുഹുന്ന, പിന്നീട് നീ വിളിക്കുക. ഉദ്ഹുന്ന, അവയെ വിളിക്കുക. ഉദ്ഹുന്ന ഖുർആന്റെ ഒരു ജുസ് ഒരു ഭാഗമല്ലേ, മറ്റേതാകുമ്പോ മുറി മുറി. ജുസ് എന്ന് പറഞ്ഞ ഭാഗം കേട്ടോ. അത് ഖുർആന്റെ ഭാഗമാണെങ്കിലും ശരി, വേറെ വല്ലതിന്റെ ഭാഗമായിരുന്നാലും ശരി, എല്ലാം ജുസ് എന്ന് പറഞ്ഞ ഭാഗം. നമ്മൾ ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ ലാപ്പിന് എന്താ അർത്ഥം? ടോപ്പിന് എന്താ അർത്ഥം? ഈ ടോപ്പ് എന്ന് പറഞ്ഞാല് ഡ്രസ്സ് മാത്രമാണ് ടോപ്പ്. ചില ആൾക്കാർ ടോപ്പ് വേണം എന്ന് പറയും. ടെക്സ്റ്റൈൽ ചെന്നിട്ട് ടോപ്പ് വേണം എന്ന് പറഞ്ഞാൽ അത് വേറെ അർത്ഥം. അപ്പൊ ജുസ് എന്ന് പറഞ്ഞ ഭാഗം, ഒരംശം, ഒരു ഭാഗം. ഓക്കെ. ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? ജുസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിനാണ് ഒരു ഭാഗം എന്നത്. നമ്മൾ പണ്ടേ ഖുർആൻ ഇങ്ങനെ അർത്ഥം അറിയാതെ വായിച്ചു പോകുന്നതുകൊണ്ട് ജുസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഈ വാക്കുകളൊക്കെ, ടെക്നിക്കൽ വാക്കുകളൊക്കെ മലയാളത്തിൽ പറഞ്ഞു പഠിക്കണം. ഞാൻ ഖുർആന്റെ ഒരു ഭാഗം വായിച്ചു. അതിന്റെ ഒരു ഭാഗം. അപ്പൊ ഒരു ഭാഗം എന്നുള്ളതിന് പണ്ഡിതന്മാർ എന്താ അർത്ഥം കൊടുത്തിരിക്കുന്നത്? ഒരു കഷണം എന്നാണ്. അതുകൊണ്ടാണ് മുറിക്കുക എന്ന അർത്ഥവും ഇതിനുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ സുറുഹുന്ന എന്ന് പറഞ്ഞാൽ നിന്നിലേക്ക് ഇണക്കുക എന്ന് പലരും മലയാളത്തിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ചിലര് മുറിക്കുക എന്ന് കൊടുത്തിട്ടുണ്ട്. മുറിക്കുക എന്ന് പറഞ്ഞത് ജുസ് വെക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ഫസുറുഹുന്ന, അവയെ മുറിക്കുക എന്ന്. പിന്നെ ഇലേക്ക് എന്തിനു വന്നെന്ന് ചോദിക്കും. അതുകൊണ്ടാണ് നിന്നിലേക്ക് ഇണക്കുക എന്ന് ചില ആൾക്കാർ പറഞ്ഞത്. എന്തായിരുന്നാലും ആശയം മൊത്തത്തിൽ നോക്കുമ്പോൾ അവയെ പിടിക്കുക, ഇണക്കുക, എന്നിട്ട് എന്ത് ചെയ്യുന്നു? മുറിച്ച് ഓരോ പർവ്വതങ്ങളുടെ ഓരോന്നിന്റെ മുകളിൽ ഓരോ കഷ്ണം വയ്ക്കുക. സുമ്മദുഹുന്ന, എന്നുള്ളത് കൽപ്പനക്രിയായപ്പോ എന്തായി? അവയെ വിളിക്കൂ. അവ വരും. അപ്പൊ യതീന എന്നുള്ളത് എന്ത് തരം ക്രിയയാണ്? യതീന അപൂർണ ക്രിയ. അപൂർണ ക്രിയ. യതീന എങ്ങനെ വന്നു? എന്ത് ബഹുവചനം? അപൂർണ ക്രിയയുടെ ബഹുവചനം. അപ്പൊ ബഹുവചനാണോ? സ്ത്രീലിംഗ ബഹുവചനം കേട്ടാ. യതീന, യതീന അവ വരും. അതാ യതി, അതാ യതി, യതീന അവ വരും. അവിടെ എന്താണ്? ഉദ്ഹുന്ന എന്ന് പറഞ്ഞില്ലേ? ആ പക്ഷികളെ വിളിക്കുക. ഹുന്ന എന്തായി? തൊയറിന് എന്താണ് ബഹുവചനമായപ്പോഴത്തേക്ക് എന്തായി? അത് ഹുന്ന എന്നായി. അവയെ വിളിക്കുക. യതീനക്ക യതീന അവ വരും. ക നിന്റെ അടുക്കൽ. അപ്പോ യഫ്അൽന, യഫ്തഹിന എന്ന് പറഞ്ഞ രൂപമാണ് കേട്ടോ. തൊയറിന്റെ ഏകവചനം താഹിറല്ലേ? താഹിറുൻ. അതിന്റെ ആയത്തും പറഞ്ഞു തന്നായിരുന്നു.
യഅ്തീന എന്ത് രൂപം? ഫതഹയുടെ ഏത് രൂപത്തിൽ വരും? فتحنا ولا ഫതഹന. ഫതഹനയാണെങ്കിൽ ഇവിടെ യഅ്തീനയുടെ എങ്ങനെ വന്നു? فتحنا യഫ്തഹന. يفتح യഫ്തഹന. അത്താ യഅ്തി എന്ന് വരുന്നതുകൊണ്ട് യഅ്തീന. യഫ്തഹന യഅ്തീന. യഅ്തീനക നിന്റെ അടുക്കലേക്ക് വരും സഅയൻ ഓടിക്കൊണ്ട്. അപ്പൊ വേഗത്തിൽ നിന്റെ അടുക്കലേക്ക് വരും. എന്തിനാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് അള്ളാഹ് എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കാന്ന് കാണിച്ചു കൊടുത്തത്. അപ്പൊ ഇവിടെ മരിച്ചവരെ ജീവിപ്പിച്ചത് ഇതെല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് ആയത്തിന് അർത്ഥം കൊടുക്കുന്നത്. മരിച്ചവരെ ജീവിപ്പിക്കാനാണ്, മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാനാണ് റബ്ബിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചത്. അപ്പൊ പിന്നെ എന്തായിരുന്നാലും ആ മരിച്ചതിനെ ജീവിപ്പിക്കുന്നതായിരിക്കണം പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഫസ്റുഹുന്ന ഇലൈ എന്നുള്ളതിന് മുറിക്കുക എന്ന അർത്ഥം കൊടുത്തത്. ഇനി അങ്ങനെ കൊടുത്തില്ലെങ്കിലും ഫസ്റുഹുന്ന ഇലേക്ക് നിന്നിലേക്ക് ഇണക്കിയെന്നാണ് അർത്ഥം വന്നെങ്കിലും ഇജൽ അലാഖുദ്ദി ജബൽ മിൻഹുന്ന ജുസ്അൻ എന്ന് പറഞ്ഞപ്പോ അതിൽ നിന്ന് ഒരു മുറി എന്ന് വന്നു, ഒരു ഭാഗം. സുമ്മദുഹുന്ന യഅ്തീനക സഅയ, അവ വേഗം ഇതിലേക്ക് വരും. വഅലം, അറിഞ്ഞോളുക, അന്നല്ലാഹ അസീസുൻ ഹകീം, തീർച്ചയായും അല്ലാഹ് പ്രതാപവാനും അജയ്യനും യുക്തിമാനുമാണ്. പ്രതാപവാനാണ്, അജയ്യനാണ്. അജീസ് എന്ന് പറയുന്നത് പ്രതാപവാനാണ്. അതേപോലെ അജയ്യൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അജയ്യൻ എന്ന് പറഞ്ഞാൽ അവനെ ജയിച്ചടക്കാൻ ആരുമില്ല, അവനെ ജയിച്ചടക്കാൻ വേറെ ആരുമില്ല, അങ്ങനെയാണ് അജയ്യൻ. അവൻ എല്ലാ തരത്തിലുള്ള പ്രതാപമുള്ളവനാണ്, അവനെ ജയിച്ചടക്കാൻ ആരുമില്ല, അതാണ് അസീസിന്റെ അർത്ഥം. ഹക്കീം, യുക്തിമാനുമാണ്. പ്രവർത്തിക്കുന്ന എല്ലാം എന്താണ്? യുക്തി അധിഷ്ഠിതമായിരിക്കും, ഒന്നും പ്രധാവിൽ ചെയ്യാറില്ല. ബാത്തില, ഒന്നും ലാപ്സായിട്ട് വോയിഡായിട്ട് ഇൻവാലിഡ് ആയിട്ട് ചെയ്യാറില്ല, എല്ലാം യുക്തി അധിഷ്ഠിതമായിരിക്കും. അപ്പൊ മിൻഹു എന്നുള്ളത് എന്തായി? മിൻഹു, മിൻഹും, മിൻക, മിൻകും, മിന്നി, മിന്ന. മിൻഹ എന്ന് പറയും, മിൻഹ എന്ന് പറയുമ്പോൾ ഏകവചനം, മിൻഹുന്ന എന്ന് പറയുമ്പോൾ ബഹുവചനം. അപ്പോ ഉദുഴഹുന്ന, ഉദുഴഹ അവളെ വിളിക്കൂ, ഉദുഴഹുന്ന അവയെ വിളിക്കൂ. مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت 7 سنابل. ഇതാണ് നമ്മൾ എപ്പോഴും പറയുന്ന ആയത്ത് കേട്ടോ. എന്തിന്? ഒരു സെക്കൻഡ് ചിലവഴിച്ചാൽ നിങ്ങൾക്ക് 700 സെക്കൻഡ് ചിലവഴിച്ചതിന്റെ പ്രതിഫലം കിട്ടും എന്നുള്ളതിന് തെളിവിനുള്ള ആയത്തിലാണ്. മാത്രമല്ല വൽ ഹസനത്തു മിൻ അശ്റത്തി അംസാലിഹ ഇദാ 700 ഉലഫിൻ എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഹദീസുണ്ട്, ഖുർആനുണ്ട്. മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും, മസലു അല്ലദീന ഒരു കൂട്ടരുടെ ഉപമ, മസലു അല്ലദീന ഒരു കൂട്ടരുടെ ഉപമ. എങ്ങനെയുള്ള കൂട്ടരാണ്? യുൻഫിഖൂന അംവാലഹും, അവർ അവരുടെ സമ്പത്തിനെ ചിലവഴിക്കുന്നു. എവിടെ ചിലവഴിക്കുന്നു? ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ. അള്ളാന്റെ മാർഗത്തിൽ, അള്ളാന്റെ മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? 2 മാർഗമേ ഉള്ളൂ, ആകെ 2 മാർഗമേ ഉള്ളൂ. ഒന്നെന്താ? സബീലുല്ലാഹിൻ, പിന്നൊന്ന് സബീലു താഗൂത്ത് അല്ലെങ്കിൽ സബീലു ഷൈത്താൻ. ഷൈത്താന്റെ മാർഗവും അള്ളാന്റെ മാർഗവും, ഈ 2 മാർഗമേ ഉള്ളൂ. അപ്പോ ഷൈത്താന്റെ മാർഗത്തിലല്ല ചെലവഴിക്കുന്നതെങ്കിൽ അതെല്ലാം എന്തായിരിക്കും? അള്ളാന്റെ മാർഗത്തിലായിരിക്കും. അതല്ലാത്ത വേറൊരു മാർഗം താവൂത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ അതല്ലാത്ത 2 മാർഗം പറഞ്ഞു. രണ്ടിലും പെടാത്ത ഒരു മാർഗാണ് താവൂത്ത് എന്ന് പറഞ്ഞില്ലേ? അതേതാ? കഫറി പിന്നെ താവൂത്തിന് പറഞ്ഞപ്പോ 2 മാർഗത്തിലും അല്ലാത്ത മാർഗാണ്. അതല്ല, അത് വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞായിരിക്കും. 2 മാർഗമേ ഉള്ളൂ. ഒന്ന് അള്ളാന്റെ മാർഗവും പിന്നൊന്ന് പിശാചിന്റെ മാർഗവും.
പിശാചിന്റെ മാർഗം പറയുന്നിടത്ത് സബീൽ താവൂത്ത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് അത്? അതിക്രമകാരികളുടെ മാർഗം. ഒന്ന് അതിക്രമകാരികളുടെ മാർഗം, പിന്നൊന്ന് ഷെയ്ത്താൻ എന്നത് താവൂത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി? വളരെ അതിര് കടന്നതായി ആ അർത്ഥത്തിൽ. സബീൽ താവൂത്ത് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഷെയ്ത്താന്റെ അല്ലെങ്കിൽ താവൂത്തിന്റെ മാർഗത്തിൽ അല്ല ചെലവഴിക്കുന്നതെന്ന് ഉറപ്പുവരുത്തിയാൽ അള്ളാഹിന്റെ മാർഗത്തിലായിരിക്കും. നല്ലതായ ഏതിന് വിനിയോഗിക്കുന്നതിനും അള്ളാഹ് പ്രതിഫലം തരും. പക്ഷെ പ്രതിഫലം അള്ളാഹിന്റെ അടുത്ത് നാം ഉദ്ദേശിക്കേണ്ടത്. നമ്മളിവിടെ അവാർഡ് കിട്ടും, അതേപോലെ മികച്ച വ്യക്തിത്വമായി ആദരിക്കപ്പെടും എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് ഇവിടെ കിട്ടും, പിന്നെ അക്കൗണ്ടിലൊന്നും വരില്ല. ഇവിടുത്തെ അക്കൗണ്ട് കിട്ടിയാൽ പിന്നെ അവിടുത്തെ അക്കൗണ്ടിലേക്കൊന്നും ഉണ്ടാവില്ല. അതാണ് പറയാൻ പോണത്. അപ്പോ അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിൽ. അത് അള്ളാന്റെ മാർഗം എന്താണെന്നതാണ് ഞാൻ പറയുന്നത്, നന്മയുടെ മാർഗം. അതാണ് അള്ളാന്റെ മാർഗം. അങ്ങനെ ചെലവഴിക്കുന്നവന്റെ ഉപമ കമസലി ഹബ്ബത്തിൻ, അത് ഒരു ഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇഷ്ടം, ആ, ധാന്യത്തോട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഹബ്ബത്ത് എന്ന് പറയുന്നത്. അരി ഇല്ലെങ്കിൽ ഗോതമ്പെങ്കിലും തിന്നണമെന്ന് അറിയില്ലേ? അരിയും ഗോതമ്പ് ഇല്ലാത്ത പരിപാടിയില്ല. ഹബ്ബത്തിന്റെ ഹബ്ബത്ത് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും? ഒറ്റ ധാന്യം. നമ്മൾ അരി എന്ന് കോമൺ ആയിട്ട് പറഞ്ഞാൽ നാഴി അരി വേണമെന്ന് പറയും. നാഴി അരികൾ വേണമെന്നല്ല പറയും. നാഴിയൊക്കെ ഉപയോഗിക്കുന്ന അറിയില്ല. 1 കിലോ അരി വേണമെന്ന് പറയും. 1 കിലോ അരി വേണമെന്ന് പറഞ്ഞാൽ 1 കിലോ അരികൾ വേണമെന്നല്ല പറയുന്നത്. അപ്പൊ അതിന് ഹബ്ബ് എന്ന് പറയും. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞ ഹബ്ബു ദുൽ അസ്ഫി വറയ്ഹാൻ. അതേസമയം ഒന്നിനെ മാത്രം പറയണമെങ്കിൽ എന്താണ്? ഹബ്ബത്തുൻ എന്ന് പറയും. പക്ഷേ ഹബ്ബും ഹബ്ബത്തും എന്താണ്? ശരിക്കും ഏകവചനം തന്നെയാണ്. ഹബ്ബും ഹബ്ബത്തും ഏകവചനം തന്നെയാണ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. കമസൽ ഹബ്ബത്തിന് ഒരൊറ്റ ധാന്യമണി പോലെയാണ്. അമ്പത്തത്ത്. അമ്പത്ത് എന്താണ്? മുളച്ചുമല്ല, നബത്ത മുളച്ചു, മുളപ്പിച്ചു. അമ്പത്തത്ത് ഹബ്ബത്ത് ആയതുകൊണ്ട് അമ്പത്തത്ത്, ആ ഹബ്ബത്ത് മുളപ്പിച്ചു. ഹബ്ബത്തിന്റെ ബഹുവചനം എന്താ? ഹബ്ബത്ത് എന്ന് സ്ത്രീലിംഗമായിട്ട് പറഞ്ഞാൽ ഹബ്ബാത്ത്. ഹബ്ബ് എന്ന് ഏകവചനമായിട്ട് അല്ലാതെ പറഞ്ഞാൽ ഹബൂബ്. പക്ഷെ അങ്ങനെ എന്ത് ചെയ്യൂല. നമ്മൾ അരി എന്ന് പറയുമ്പോൾ അരിയുടെ ബഹുവചനം എന്താണ്? ഗോതമ്പിന്റെ ബഹുവചനം എന്താ? അരികൾ എന്ന് പറയില്ല. ഗോതമ്പിന്റെ ബഹുവചനം എന്താ? ഗോതമ്പങ്ങൾ എന്ന് പറയില്ലല്ലോ. അതുകൊണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയെ കളിച്ച് ചെന്നായുടെ നിലം എന്താണെന്ന് ചോദിച്ചത്. അതുകൊണ്ട് ഹബ്ബിന്റെയും ബഹുവചനമൊന്നും വേണ്ട. ഇത് രണ്ടുമാണ് ഉപയോഗിക്കുന്നത്. ഹബ്ബും ഹബ്ബത്തുമാണ് ഉപയോഗിക്കുന്നത്. കോമൺ ആയിട്ട് പറയുമ്പോൾ ഹബ്ബ് എന്ന് പറയും. ഒറ്റ എണ്ണം എടുത്ത് പറയണമെങ്കിൽ ഹബ്ബത്ത് എന്ന് പറയും. അങ്ങനെ കുറെ സംഗതിയുണ്ട്. അതെല്ലാം എന്താണ്? താ ഉള്ളതും താ ഇല്ലാത്തതുമായ വാക്ക് വന്നാൽ താ ഉള്ളത് ഒറ്റ എണ്ണത്തിന് എടുത്ത് പറയാം. താ ഇല്ലാത്തത് കോമൺ ആയിട്ട് പറയാൻ വേണ്ടിയാണ്. അമ്പത്ത സബ സനാബിൽ, അതെന്ത് ചെയ്തു? സബ സനാബില, 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു. സിംബുലത്തും സനാബിലു, സിംബുലത്തും സനാബിലു. കേട്ടോ, മമ്നൂന സർഫാണ് എഴുതുന്നതിലുണ്ടാവും. സനാബിലു. ആ, സനാബിലു. എന്തായി? കുലകൾ, 7 കുലകൾ ഉൽപ്പാദിപ്പിച്ചു. അത് അപ്പൊ ഒരു ധാന്യം
7 കുലകൾ മുളപ്പിച്ചതുപോലെയാണ് അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരുടെ ഉദാഹരണം. ആ 7 കുലയിൽ ഈ കുല്ലി സുംബുലത്തിൻ, ഓരോ കുലയും, രണ്ടും ഉണ്ട് ഇവിടെ കേട്ടോ, സുംബുലത്തുണ്ട് സനാബിലും ഉണ്ട്. ഓരോ കുലയിലും ഈ സബ വന്നാൽ ശേഷമുള്ളതിന് എന്താ വരേണ്ടത്? കെസ്റാണ് വരേണ്ടത്. കെസ്റ വരേണ്ടത്. ആ അപ്പം സംഖ്യയുടെ ശേഷം വരുന്നതിന് കെസ്റ വരണം കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് അറബിക്ക് പഠിച്ചിരിക്കുകയാണെങ്കിൽ ഓർമ്മ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തില്ല, സനാബില് ആ കമ്മ്യൂണിക്കേറ്റീവ് അറബിക് പഠിക്കേണ്ടില്ലേ സബക്ക് ശേഷം? അതെ അത് വരും. അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ നമുക്ക്. സനാബില കെസറിന് പകരമാണ് അവിടെ പത്ത് കൊടുത്തിരിക്കുന്നത്. കെസറിന് പകരമാണ് സംഖ്യയുടെ ശേഷം വരുന്നത്. 1 മുതൽ 10 വരെ സംഖ്യയുടെ ശേഷം വരുന്നതിന് കെസറായിരിക്കും ഉണ്ടാവുക. മൂന്ന് മുതൽ 10 വരെ. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാ സനാബില എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാ സനാബില എന്ന് പറഞ്ഞത്? കെസർ സ്വീകരിക്കാത്തോണ്ട്. എന്താണ് 1 മുതൽ 10 വരെയുള്ള സംഖ്യ ശേഷമാണ് ആണോ? 3 മുതൽ 10 വരെ. 1 പറയുമ്പോ ഹബ്ബത്തിൻ വാഹിദത്തിൻ കേട്ടാ, സുംബുലത്തിൻ. 1 പറയുമ്പോ സുംബുലത്തിൻ, വാഹിദത്തിൽ പറയാതെ. 2 പറയുമ്പോ സുംബുലത്താനി കേട്ടാ. പിന്നെ കുറച്ച് കാര്യം കൂടെ ഉണ്ട്, അത് കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കാർക്ക് പറഞ്ഞു കൊടുക്കും. എല്ലാം പറഞ്ഞാൽ പിന്നെ കള്ളി വെളിയിലായി. ഫീക്കുല്ലി സുംബുലത്തിൻ സബഅ സനാബില ഫീക്കുല്ലി സുംബുലത്തിൻ 100 ഹബ്ബത്തിൻ. ഓരോ കുലയിലും എന്തുണ്ട്? 100 ധാന്യമണിയുണ്ട്. ഇത് നമ്മളെ മനസ്സിൽ സങ്കല്പിക്കുക. ഖുർആൻ പറയുന്ന ഓരോ സംഗതി ഉണ്ടല്ലോ, ഖുർആൻ പറയുന്നതെല്ലാം എന്താണ്? ചിത്രീകരണങ്ങളാണ്, നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള സംഭവം. ഒരു ധാന്യമണി, ഒരു വിത്തിട്ടു, ആ വിത്ത് എന്തായി? ആ വിത്തിൽ നിന്നും ആ വിത്ത് മുളച്ചു വന്നു, അതിൽ 7 കതിരുകൾ ഉണ്ടായി. ഓരോ കതിരിലും 100 ധാന്യമണി ഉണ്ടായി. ഇത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഒരു ഗോതമ്പ് വിത്ത് അല്ലെങ്കിൽ ഒരു നെൽ വിത്ത് ഇട്ടാൽ അത് നെല്ല് വളർന്നു വരുമ്പോൾ അതിൽ കുലയുണ്ടാവും. പക്ഷെ ഒരു കുലയില്ല, അതിൽ 7 കുലയുണ്ട്. ഓരോ കുലയിലും 100 ധാന്യമണിയുണ്ട്. എന്താണ് നമ്മൾ സാധാരണ പറയുന്നത്? 100 മേനി വിളഞ്ഞു എന്നാണ്. ഇവിടെ എന്താണ്? ഇവിടെ 100 മേനിയാണോ? ഇവിടെ എന്ത്? 700 മേനിയാണ്. ഒരു ധാന്യം ഇട്ടുള്ളൂ. ഒരു ധാന്യം ഇട്ടപ്പോ 700 മേനിയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ 1 സെക്കൻഡ് ഖുർആന് വേണ്ടി ചിന്തിച്ചാൽ 700 സെക്കൻഡ് ചിന്തിക്കുന്ന പോലെ ഇരിക്കും. വെറുതെ വായിച്ചു പോയാൽ ആ സെക്കൻഡ് എല്ലാം ഇൻവാലിഡ്. കാരണം എന്താ? വെറുതെ വായിച്ചു പോയാൽ അക്ഷരത്തെറ്റുകൾ ഒരുപാട് ഉണ്ടാക്കും. ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും? അതിന്റെ ഫലത്തെക്കുറിച്ച്, അതിന്റെ ആശയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളെ മനസ്സിനെ അത് സ്വാധീനിക്കും. ഒന്നും വേണം, ഇങ്ങനെ ഒരു ധാന്യമണി ഇട്ടു, ആ ധാന്യമണിയിൽ 7 കതിരുകൾ ഉണ്ടായി. അത് ഓരോ കതിരിലും 100 ധാന്യങ്ങളുണ്ട്. ഇതുപോലെയാണല്ലോ അള്ളാന്റെ മാർഗത്തിൽ 1 രൂപ കൊടുക്കുന്നതിന്റെ ഫലം. ഒന്ന് ചിന്തിച്ചാൽ മതി. അതുപോലെയാണ് അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നത്. വല്ലാഹു യുദാഇഫു. അപ്പൊ ഇത് കൂടാതെയാണ് കേട്ടോ, 700 ഇരട്ടി കൂടാതെ. അത് കൂടാതെ എന്ത് ചെയ്യും? ബോണസ് കൊടുക്കും. ഇത് നോർമലാ. ബോണസ് കൊടുക്കും. എന്ത് ചെയ്യും? അല്ലാഹു യുദാഇഫു. എങ്ങനെയാണ് ബോണസ് കൊടുക്കുക? നമ്മൾ ബോണസ് കൊടുക്കുന്നത് 5%, 10%, ഇങ്ങനെയൊക്കെയാണ് ബോണസ് കൊടുക്കുന്നത്. അപ്പൊ എത്രയായി? നമ്മൾ 5% എന്ന് പറയുമ്പോ 1 രൂപയ്ക്ക് 5 പൈസ. അർത്ഥം ഇവിടെ എഴുതിയൊന്നുമില്ലല്ലോ. അത് വേറെ എവിടെയെങ്കിലും വന്നു കാണും, നേരത്തെ വന്നു കാണും. നേരത്തെ വന്നു കാണും. നേരത്തെ വന്നാൽ പിന്നെ രണ്ടാമത് എഴുതൂല. ഇരട്ടിപ്പിക്കും. അപ്പൊ അള്ളാ ഇനി 700-നെ പിന്നെ എന്ത് ചെയ്യും? ഇരട്ടിപ്പിക്കുമെന്നാ പറഞ്ഞത്. അപ്പോ 1400 ആവും. ആർക്കാണ്? ലിമൻ യശ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഇറങ്ങി ചിന്തിക്കുന്നവൻ.
ഞാൻ പറഞ്ഞപ്പോ എന്റെ അറിവും പരിചയവും എന്റെ എന്താ പറയാ ഞാൻ പറയുന്നതിന്റെ എന്റെ കഴിവ് അതിന്റെയൊക്കെ പരിമിതി വെച്ചുകൊണ്ട് നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റും. അതേസമയം നിങ്ങൾ സ്വയം ഇരുന്ന് ചിന്തിച്ചാൽ അതിനും അപ്പുറം പോയെന്ന് വരും. അപ്പൊ എന്താ യുവാഴിഫു നന്നായി ചിന്തിക്കുന്നവന് യുവാഴിഫു എന്തെയും വീണ്ടും ഇരട്ടിയായി. അതെല്ലാം അർത്ഥം അറിയാതെയാണ് വായിക്കുന്നതെങ്കിൽ ഓരോന്നിനും നെഗറ്റീവ് പോയിന്റ് ഉണ്ടാവും. അപ്പൊ മണിച്ചില്ലെങ്കിൽ എന്താവും, അവിടെ ഒരു പോയിന്റ് നെഗറ്റീവായി. നീട്ടിയില്ലെങ്കിൽ എന്തായി, ഒരു പോയിന്റ് കുറഞ്ഞു. പിന്നെന്തായി, അവിടെ എല്ലാ സ്ഥലത്തും ഒരേപോലെ ദീർഘമല്ലല്ലോ. 4 നീട്ടുണ്ടെങ്കിൽ 4 നീട്ടണം, 4 അല്ലെങ്കിൽ 5 നീട്ടണം, 6 നീട്ടുണ്ടെങ്കിൽ 6 നീട്ടണം. പിന്നെ നീമിനെയൊക്കെ മറച്ച് മണിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇഖ്തിലാഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നവന് ഇതൊന്നും ബാധകമല്ല. ചിന്തിക്കുന്നവൻ എന്താ, അതിനെ കുറിച്ചായിരിക്കും, ആ വാക്കിനെ, എന്റെ ആശയത്തെ കുറിച്ചായിരിക്കും. പാരായണം ചെയ്യുന്നവന് 1-ന് 10 കിട്ടുമെന്ന് വിചാരിച്ച് അവൻ പാരായണം ചെയ്യാണ്. അപ്പൊ മൈനസ് പോയിന്റ് കിട്ടി എന്താവും, 8-ലേക്കും 9-ലേക്കും അല്ലെങ്കിൽ 5-ലേക്കും ഒക്കെ താഴ്ന്നു പോകും. അല്ലദീന യുൻഫിഖൂന അംവാലഹും. അപ്പൊ ഇത് എന്താ, എന്തുകൊണ്ടാ പറഞ്ഞത്? അപ്പൊ മൻ യശാ എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹ്ക്കെ അറിയാലോ ഒരാളിന്റെ ഇഖ്ലാസ്. ഒരാൾ നിങ്ങൾ നോക്കുമ്പോൾ വെറുതെ ഇരിക്കുകയായിരിക്കും, പക്ഷെ അയാള് ഒരു ആയത്ത് ഓതിട്ട് ചിന്തിച്ചിട്ടിരിക്കുകയാണെങ്കിലോ, അപ്പൊ അള്ളാഹ്ക്കെ അറിയാവൂ. അള്ളാഹ്ക്കെ അറിയാവൂ എത്ര തീവ്രമായിട്ടാണ് ചിന്തിക്കാൻ. ഇഖ്ലാസ് എന്ന് പറഞ്ഞാല് എന്തേനി അർത്ഥം? എന്താണ്? മുഖ്ലിസീന ഇർജു മനസ്സ്. അപ്പൊ എന്തായി, നേരായിട്ട് ചിന്തിക്കുക, നിഷ്കളങ്കനായ ഇർജു മനസ്സ് എന്ന് പറഞ്ഞാൽ നേരായ മനസ്സോടുകൂടി, അല്ലെങ്കിൽ കളങ്കമില്ലാത്ത മനസ്സോടുകൂടി. വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹ് വിശാലനാണ്. അള്ളാഹ് എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും ചുരുക്കുന്നില്ല. അള്ളാഹ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, കുറയ്ക്കുന്നില്ല, ഒന്നും കട്ട് ചെയ്യുന്നില്ല. നമ്മളാണെങ്കിൽ ബോണസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാലും പിന്നെ അതെങ്ങനെയെങ്കിലും കട്ട് ചെയ്യാനായിരിക്കും നോക്കുക. ഏതെങ്കിലും രീതിയിൽ അതിന് കുറയ്ക്കാൻ പറ്റുമെന്നായിരിക്കും നോക്കുക. അയാൾ 2 ദിവസം വന്നില്ല എന്നുണ്ടെങ്കിൽ 2 ദിവസത്തെ ആബ്സെന്റ് ആയതിന്റെ ഭാഗം എന്ത് ചെയ്യും, ബോണസിൽ കുറഞ്ഞു. ബോണസ് 1 വർഷം ഫുള്ളായിട്ട് വർക്ക് ചെയ്തതിനാണ്. 1 വർഷം ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ട് അയാൾ 1 മാസം ലീവ് എടുത്തു. എന്ത് ചെയ്യും, ആ ലീവിന്റെ അംശം കുറയും. ആകപ്പാട് കൊടുക്കുന്നത് ശതമാനമാണ് കൊടുക്കുന്നത്, ഇരട്ടിയല്ല കൊടുക്കുന്നത്, ശതമാനങ്ങളാണ് കൊടുക്കുന്നത്. പിന്നെ അതിനെന്ത് ചെയ്യും, കുറഞ്ഞു. അപ്പൊ അള്ളാഹ്ക്ക് അങ്ങനെ ഒരു ചിന്താഗതിയൊന്നുമില്ല. അല്ലാഹു വാസിഉൻ, വിശാലനാണ്, അലീം, അള്ളാഹ്ക്കറിയാം ആർക്ക് കൊടുക്കണം. ഓരോന്നിനും പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ അലീം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, ആർക്ക് കൊടുക്കണം എന്ന് അള്ളാഹ്ക്കറിയാം. അപ്പൊ ഓരോ ആയത്തിന്റെയും അവസാനം എന്ത് പറയുന്നുള്ള അതിന് തൊട്ട് മുമ്പ് ആ ആയത്തിൽ എന്താണോ പറഞ്ഞത് അതനുസരിച്ച് ആശയം കണക്കാക്കും. ഇത് തീർന്നില്ല. അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവൻ. അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ എങ്ങനെയുള്ളവരാണ്? തുമ്മ ലാ യുത്ബിഊന. യുത്ബിഊന എന്ന് പറഞ്ഞാൽ അതിന്റെ മാളി എന്തായിരിക്കും? എന്താണ്? കാംക്ഷിച്ചു, ആഗ്രഹിച്ചു, ചിന്തിച്ചോ? കാംക്ഷിച്ചു, അത് ഇടുത്തയാണ്. പിന്തുടർന്നു, അത്ബഅ പിന്തുടർത്തി. അപ്പൊ തബിയ എന്ന് പറഞ്ഞാൽ മുമ്പേ പോയ ആളിന്റെ ഫോളോ ചെയ്തു പോയി. അത്ബഅ എന്ന് പറഞ്ഞാൽ ഒന്ന് ചെയ്തു, അതിനുശേഷം പിന്നെ ഒന്നുകൂടെ ചെയ്തു, അതിനാണ് അത്ബഅ. തബിയ എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്തു, മുമ്പേ ഗമിക്കുന്ന ഗോവിന്ദന്റെ പിന്നെ ഗമിക്കും ബഹു ഗോക്കളല്ല എന്ന് പറഞ്ഞാൽ പിന്നെ തബിയ പിന്തുടർന്നു. അത്ബഅ എന്ന് പറഞ്ഞാൽ അയാൾ പിന്തുടർത്തി, ഒരിക്കൽ ചെയ്തു, അതിനുശേഷം പിന്നെ ഒരു കാര്യം കൂടി ചെയ്തു, അതാണ്. അപ്പൊ ലാ യുത്ബിഊന, അവർ പിന്തുടർത്തുകയില്ല.
മാ അൻഫഖു അവർ ലായിത്തുബിഊന അവർ പിന്തുടർത്തുകയില്ല. എന്തിനെ പിന്തുടർത്തുകയില്ല? എന്തിന്റെ? മാ അൻഫഖു അവർ ചിലവഴിച്ചതിന്റെ ചിലവഴിച്ചതിന്റെ ശേഷം ആ ചിലവഴിച്ചതിന്റെ പിന്നിൽ വേറെ ഒന്ന് പിന്തുടർത്തുകയില്ല. എന്ത് പിന്തുടർത്തുകയില്ല? മന്നൻ മന്ന എമുന്നു എന്ന് പറഞ്ഞാൽ മന്ന എമുന്നു ഇവിടെ എഴുതിയിട്ടുണ്ട്. അത്തുബാ ഇവിടെ നോക്കി വായിച്ചാണോ നിങ്ങള് സ്ക്രീനിൽ? ഉപകാരം എടുത്ത് പറയുക. മന്ന എമുന്നു എന്ന് പറഞ്ഞാൽ ഉപകാരം എടുത്തു പറഞ്ഞു അല്ലെ? നമ്മൾ പിണങ്ങി കഴിഞ്ഞാൽ പറയുന്ന സംഭവം. ഞാൻ എന്തെല്ലാം അവന് കൊടുത്തേക്കുന്നത്, എന്തെല്ലാം ചെയ്തിരിക്കുന്നത്, എന്നോട് തന്നെ ഇങ്ങനെ കാണിക്കുമെന്നുള്ള നിർബന്ധമാണ്. എന്നോട് അവനിങ്ങനെ കാണിക്കുന്നത്. ഞാൻ എന്തെല്ലാം അവൻ ചെയ്തു, ഞാനാണ് അവനെ ഗൾഫിൽ കൊണ്ടുപോയത്, അവന് പണി വാങ്ങി കൊടുത്തത് ഞാനാണ്, ഞാൻ അവിടെ അത് ചെയ്ത് കൊടുത്തു, ഇത് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം എന്താണ്? മന്നാണ്. അത് പിണങ്ങിയാലും പിണങ്ങാതിരുന്നാലും. ചിലർ പിണങ്ങിയായിട്ട് പറയും, ചിലർ പിണങ്ങാതെയും പറയും. അവനറിയില്ല എനിക്ക്, ഞാനാണ് അയാളെ ചോദിക്കുള്ളൂ, ഞാനാണ് അയാൾക്ക് അത് കൊടുക്കുന്നത്, ഞാനാണ് അങ്ങനെയാണ് മഞ്ഞ് എടുത്തു പറയുന്നത്. ഞാൻ അയാൾ ജോലി വാങ്ങി കൊടുത്തില്ല, കാണാമായിരുന്നു പറയും. അങ്ങനെ നമ്മൾ ഒച്ചെടുത്ത വീടാണെന്ന് പറയും അല്ലേ? അതൊക്കെ എറ്റ്സെട്ര എറ്റ്സെട്ര അങ്ങനെയുള്ളത് എന്തായിരുന്നാലും മന്നൻ മഞ്ഞ് ചെയ്തുകൊണ്ട്. വല അദൻ അതെന്താണ്? അദൻ ബുദ്ധിമുട്ടിക്കുക. അദൻ ദ്രോഹം, ദ്രോഹം, ഉപദ്രവം എന്ന് പറഞ്ഞാൽ നിസ്സാരമായ സംഗതിയാണ്. പക്ഷെ അയാൾക്കത് അസഹനീയമാണ്. നിസ്സാരമായ സംഗതിയാണ്, പക്ഷെ അയാൾക്ക് അത് അസഹനീയമാകും. അതിനാണ് അദൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ മണ്ണിൽ അഴുക്ക് പിടിച്ചു, അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ സമയത്ത് ചെരുപ്പിൽ അകത്തേക്ക് ചെറുകടിച്ചു അല്ലെങ്കിൽ വിളിച്ചു, അതുപോലുള്ള സംഗതിക്കാണ് അദൻ എന്ന് പറയുന്നത്. അപ്പൊ നിസ്സാരമായ ഉപദ്രവം പോലും അവർ പിന്തുടർത്തുകയില്ല, അവരെടുത്തു പറയുകയില്ല. അതേപോലെ ഒരു ദ്രോഹവും ചെയ്യുകയില്ല. അക്രമമല്ല, അക്രമം എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയാണ്. അതെന്നു പറഞ്ഞാൽ ചെറിയ സംഗതിയാണ്. അപ്പൊ ചെറിയ സംഗതി പോലും അവര് ചെയ്യുകയില്ല. പറഞ്ഞാൽ അയാൾക്ക് അസഹ്യമായ രീതിയിൽ ഒരു പ്രവൃത്തിയും ചെയ്യുകയില്ല എന്നാണ്. ചിലര് അതിന്റെ അർത്ഥം, ശരിക്കുള്ള അർത്ഥം എന്താ? എന്താണ്? അക്രമം എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്? ചിലപ്പോ വാക്ക് കൊണ്ട് ഒരു കാര്യം പറയാൻ പറ്റില്ല. ദ്രോഹം എന്ന് നമ്മളെ മലയാളത്തിന്റെ എഴുതുന്നത് അതെന്നെ എഴുതിയിട്ടുണ്ടോ? ഇല്ല, എഴുതി തന്നില്ല. അതില് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? നേരത്തെ എവിടെയോ പഠിച്ചു, പക്ഷെ മറന്നു. ആ, അതൊക്കെ ഒരു അതിനാണ് പഠിക്കാതിരിക്കുന്നത്, ഓർമ്മിക്കാതിരിക്കുന്നത്. അതെന്ന് പറയാൻ ദ്രോഹം, ബുദ്ധിമുട്ട് എന്നൊക്കെ പറയാം. പക്ഷെ അക്രമം അല്ല. അക്രമം എന്ന് പറഞ്ഞാൽ വലിയ അക്രമമാണ്. ദ്രോഹം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്, പക്ഷേ അത് കേൾക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് അത് ബുദ്ധിമുട്ടാണ്. നമ്മൾ പള്ളിയിലേക്ക് നടന്നുപോയി കാല് ചെളി പറ്റി. അപ്പൊ എന്ത് ചെയ്യാൻ? ഇനി പള്ളിയിൽ ചെന്ന് കാല് കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അതൊരു ബുദ്ധിമുട്ടാണ്. അതാണ് അദൻ എന്ന് പറയുന്നത്. പക്ഷേ അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ആ ചെളി അങ്ങനെ തന്നെ വെച്ചേക്കാൻ പറ്റുമോ? അത് കഴുകി വൃത്തിയാക്കണ്ടേ? അപ്പൊ അതുപോലും എന്ത് ചെയ്യില്ല, ഒരാൾക്ക് ഉപകാരം ചെയ്തു കൊടുത്തതിന് ശേഷം എടുത്തു പറയുകയോ അല്ലെങ്കിൽ ദ്രോഹിക്കുകയോ ചെയ്യുകയില്ല. അപ്പൊ ചിലപ്പോ എടുത്തു പറയും. മന്നെന്ന് പറഞ്ഞാൽ എടുത്തു പറയും. എടുത്തു പറയുമ്പോൾ വാക്കാലെ അയാളത് കേട്ടു, അല്ലെങ്കിൽ വേറൊരാളടുത്ത് അയാൾ കേൾക്കാതെയോ പറഞ്ഞു. അപ്പൊ എന്തായി? ഒരു എക്സ്പ്രഷനായി. അതെന്ന് പറഞ്ഞ എന്തായി? അയാൾക്ക് അസഹനീയമായ രീതിയിൽ എന്തോ കാര്യം അയാൾ ചെയ്യുന്നു. എന്തുകൊണ്ട്? ഇയാൾക്ക് ഒരു നല്ല കാര്യം ചെയ്തു കൊടുത്തത് കൊണ്ട്. അത് അയാൾക്ക് അസഹനീയമാകും, വേറെ ആൾക്ക് ചിലപ്പോൾ അസഹനീയമായിക്കൊള്ളുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞ വല അദൻ. മന്നം വല അദൻ. എടുത്തു പറയുന്നോ ദ്രോഹിക്കലോ കൊണ്ട് അവരെന്ത് ചെയ്യില്ല, അതിനെ പിന്തുടർത്തുകയില്ല. ഓപ്പോസിറ്റ് ആവൂലല്ലോ, ഓപ്പോസിറ്റ് ആവൂലല്ലോ. ഏതിന്റെ ഓപ്പോസിറ്റ്? മണ്ണിന്റെ ഓപ്പോസിറ്റ് അതിനാവൂലല്ലോ. അല്ലല്ല, അത് വേറെ വിഷയം. ചിലരെന്ത് ചെയ്യും? ചെയ്ത കാര്യം എടുത്തു പറയും. എടുത്തു പറയുമ്പോൾ അതൊരു പറച്ചിലാണ്. ദ്രോഹം എന്ന് പറഞ്ഞാൽ എന്താണ്?
അയാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുത്തുകൊണ്ട് അയാൾ ഏതെങ്കിലും രീതിയിൽ എന്ത് ചെയ്യുക, പ്രയാസപ്പെടുത്തുക. അയാൾക്ക് പ്രയാസകരമായ കാര്യങ്ങൾ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പറഞ്ഞില്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അയാൾ എന്ത് ചെയ്യും, അയാളെ കൊണ്ട് എന്തെങ്കിലും സഹായം എപ്പോഴും ചെയ്യിപ്പിക്കും നമ്മൾ. അപ്പോൾ അയാളോട് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അയാൾക്ക് വീട് വെച്ച് കൊടുത്ത് നമ്മളാണ്, അയാളെ മോക്ക് മോന് വാങ്ങി കൊടുത്ത് നമ്മളാണ്, അയാൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നമ്മളാണ്. നമ്മളെ മനസ്സിൽ എന്താണ്, ഞാൻ അയാൾക്ക് ഒരുപാട് ഫേവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് നല്ല കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്, അതൊന്നും ചെയ്തോട്ടെ, അയാളൊന്ന് സഹായിക്കട്ടെ എന്നാണ്. പക്ഷെ അതെന്താണ്, യഥാർത്ഥത്തിൽ അത് കിട്ടിയ ആളെ സംബന്ധിച്ചോളം അത് ഇയാൾ എന്നെ കൊണ്ട് ഇങ്ങനെ സഹായം ചെയ്യിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, എനിക്ക് അയാളെന്തോ ഒരു സഹായം ചെയ്തുകൊണ്ടുകൊണ്ടാണ്. അങ്ങനെ ശരിയാവില്ല. അയാളെ മനസ്സെന്തായിരിക്കും, അതിൽ പ്രയാസം ഉണ്ടായിട്ട്. അങ്ങനെ പല കാര്യങ്ങളുമാണ് ഈ അദൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അദൻ പോലും പിന്തുടർത്താത്തവരാണ് സത്യവിശ്വാസികൾ. അല്ലെങ്കിൽ ഇൻഫൊക്കെ നമ്പാലും ഫീ സബീലില്ലാഹി സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖൂ മന്നൻ വലാ അദൻ, അങ്ങനെയുള്ളവർക്ക് ലഹും, അവർക്ക് ഉണ്ട്, അജ്റുഹും, അവരുടെ പ്രതിഫലം, അവരുടെ കൂലി, അവരുടെ സാലറി അവർക്കുണ്ട്, ഇൻദ റബ്ബിഹിം, അല്ലാഹുവിന്റെ അടുത്ത്. വലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരു പേടിയും ഇല്ല. വലാഹും യഹ്സനൂൻ, അവർ ഖേദിക്കുന്നതുമല്ല, ദുഃഖിക്കുന്നതുമല്ല. വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് ഒരു പേടിയുമില്ല, കഴിഞ്ഞുപോയ കാര്യത്തെ കുറിച്ച് അവർ ഖേദവുമില്ല. മുമ്പേ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ലാ ഖൗഫുൻ അലൈഹിം എന്ന് പറഞ്ഞാൽ ലാ യഖാഫൂന മിമ്മാ യഅതി, ലാ യഖാഫൂന മിമ്മാ യഅതി, ഇനി വരാൻ പോകുന്നതിനെ കുറിച്ച് അവർക്ക് ഭയമില്ല. വലാഹും യഹ്സനൂൻ എന്ന് പറഞ്ഞാൽ വലാ യഹ്സനൂന അലാ മാ മദ, കഴിഞ്ഞു പോയതിനെ കുറിച്ച് അവർക്ക് ദുഃഖവുമില്ല. ഖൗലുൻ മഅറൂഫ്, ഇനി പറയാണ്, ഇങ്ങനെ ദ്രോഹിക്കുകയെ ചെയ്ത ഉപകാരം എടുത്തു പറയുകയും ചെയ്തതിനേക്കാളും എന്താണ്, മാന്യമായ വാക്ക് പറയുന്നതാണ് അതിനേക്കാളും നല്ലത്. എന്റെ മോനെ എന്റെ കയ്യിലൊന്നും ഇല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് അതിനേക്കാളും നല്ലതാണ്. ഖൗലുൻ മഅറൂഫ്, നല്ല വാക്ക് പറയൽ. ഇവിടെ മഅറൂഫ് എന്ന് പറഞ്ഞാൽ മാന്യമായ വാക്ക് പറയൽ എന്നാണ്. അറിയപ്പെടുന്ന വാക്കെന്നാണ് ശരിക്കും വേണ്ട ഭാഷ. അതെന്താണ്, അത് ഒരു പ്രയോഗമാണ്. ഖൗലുൻ മഅറൂഫ്, അംറുൻ ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ നന്മ കൽപ്പിക്കുക. അതേപോലെ ഖൗലുൻ മഅറൂഫ്, നല്ല വാക്ക് പറയൽ. വ മഗ്ഫിറത്തുൻ, പുറത്തു കൊടുക്കല്, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കല്. ഖൈറുൻ, അതാണ് ഉത്തമം. മിൻ സദഖത്തിൻ, സദഖയേക്കാൾ. എങ്ങനെയാണ് സദഖയേക്കാൾ? യത്ബഉഹാ, അതിനുശേഷം വരുന്നു, പിന്തുടരുന്നു. നേരത്തെ പിന്തുടർത്തി, അത് ചെയ്തയാളെ പിന്തുടർത്തി. ഇവിടെ സദഖത്തിൻ യത്ബഉഹാ, അതിനെ തുടർന്ന് വരും. അദൻ, ദ്രോഹം. അപ്പൊ അതിനെ തുടർന്ന് ദ്രോഹം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഉപദ്രവവും ദ്രോഹവും എടുത്തു പറയലും ഒക്കെ ഉണ്ടാകുന്ന സദഖയാണെങ്കിൽ ആ സദഖയെക്കാളും അത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് വരുമ്പോ മാന്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണ് അതിനേക്കാളും നല്ലത്. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിടുന്നതാണ്. അയാള് ഉപകാരം ചെയ്തു കൊടുത്തിട്ട് എന്തെങ്കിലും ഉപദ്രവം അല്ലെങ്കിൽ ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ ചെയ്ത ഉപകാരം എടുത്തു പറയുകയോ ചെയ്യുന്നതിനേക്കാളും ഉത്തമം അതാണ്. എന്ന് പറഞ്ഞാൽ വേറൊരു വാക്കിലൂടെ പറഞ്ഞ എന്താണ്, നീ ഒന്നും ചെയ്യാതിരിക്കുന്നതിനാണ്, അതാണ് ഇതിനേക്കാളും നല്ലത് എന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്തില്ലെങ്കിൽ നിനക്ക് ഒരു ഫലവും ഇല്ല, ഒന്നും ചെയ്യാത്തത് പോലെയാണ്. ശേഷം വേറെ ഉദാഹരണം പറയുന്നുണ്ട്. അല്ലാഹു ഗനിയ്യുൻ ഹലീം എന്ന് പറഞ്ഞു. അള്ളാഹു ഗനിയാണ്, പിന്നെ സഹനശീലനുമാണ്. എന്താ അള്ളാഹ് ഗനിയ എന്ന് പറഞ്ഞാല്, നിന്റെ പണമൊന്നും അള്ളാഹ്ക്ക് വേണ്ട, അയാൾക്ക് അള്ളാഹ് കൊടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് കൊടുക്കുമായിരുന്നു. പക്ഷെ നിന്നെപ്പോലുള്ള ആൾക്കാരിലെയാണ് അള്ളാഹ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? നിങ്ങളെയൊക്കെ പരീക്ഷിക്കുന്നത്. നമ്മളെ കയ്യിൽ തന്നാല് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടി. മാത്രമല്ല അള്ളാഹു ഹലീമിന് അർത്ഥം എന്താ പറഞ്ഞേ? സഹനശീലൻ. സഹനശീലൻ എന്ന് പറഞ്ഞാൽ ധൃതിയിൽ ശിക്ഷിക്കാതിരിക്കുന്നവനാണ്. ധൃതിയിൽ ശിക്ഷിക്കാതിരിക്കുന്നവനാണ്. ഹലീം എന്ന് പറഞ്ഞാൽ ലാ യുഅജ്ജിലു ബിൽ ഉഖൂബത്തി,
ലാ യുഅജ്ജിലു അവൻ ധൃതി കാണിക്കുകയില്ല ബിൽ ഉഖൂബത്തി ശിക്ഷ കൊണ്ട് ധൃതി കാണിക്കുകയില്ല, ശിക്ഷിക്കുകയില്ല, പെട്ടെന്ന് ചാടി കയറി അള്ളാഹ് ശിക്ഷിച്ചു കളയുകയില്ല. അപ്പൊ അള്ളാഹു ഖനിയാണ്. ഈ വൃദ്ധന്മാരുടെ അല്ലെങ്കിൽ ചെയ്ത ഉപകാരം എടുത്തു പറയുന്നവരുടെ പണമൊന്നും അള്ളാഹ്ക്ക് വേണ്ട. അതേപോലെ നിങ്ങൾ അത് കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ ഉടനെ തന്നെ ശിക്ഷിച്ചു കളയില്ല. മറിച്ച് എന്താണ്, അള്ളാഹ് പരലോകത്ത് അത് വിചാരണ ചെയ്ത് ശരിയായ രീതിയിൽ രക്ഷാശിക്ഷകൾ നൽകും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ, നിങ്ങൾ ലാപ്സാക്കരുത്. അബത്തല യുബത്തിലു എന്ന് പറഞ്ഞാൽ ലാപ്സാക്കി. അബത്തല യുബത്തിലു, ബത്തല യബത്തുലു എന്ന് പറഞ്ഞാൽ ലാപ്സായി. ബത്തല യബത്തുലു, നമസ്കാരം ബാത്തിലായി എന്ന് പറയില്ലേ, ബത്തല യബത്തുലു എന്ന് പറഞ്ഞാൽ ലാപ്സായി, ബാത്തിലായി. അബത്തല എന്ന് പറഞ്ഞാൽ ലാപ്സാക്കി. ലാ തുബ്തിലു സ്വദഖാത്തിക്കും, ലാ തുബ്തിലു നിങ്ങൾ ലാപ്സാക്കരുത്, സ്വദഖാത്തിക്കും നിങ്ങളുടെ ദാനധർമ്മങ്ങളെ, ബിൽ മന്നി ചെയ്ത ഉപകാരം എടുത്തു പറഞ്ഞുകൊണ്ട്, വൽ അദാ ദ്രോഹം കൊണ്ടും ചെയ്ത ഉപകാരം എടുത്തു പറഞ്ഞുകൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്വതക്കകളെ ലാപ്സാക്കരുത്. അപ്പൊ സ്വതക്ക ലാപ്സാകുന്ന ഒരു സംഗതിയാണ് മന്നും അതയും. ചെയ്ത ഉപകാരം എടുത്തു പറഞ്ഞാലും അതേപോലെ ദ്രോഹിച്ചാലും എന്തായി, ദ്രോഹിച്ചാലും അത് ലാപ്സായി. മുൻഗാമികൾ പൂർവ്വസൂരികളായ ആൾക്കാർ ഒരാൾക്ക് വായ്പ ഉണ്ടല്ലോ, കടം കൊടുത്താൽ പിന്നീട് അയാളെ കണ്ടാൽ അയാൾ തരേണ്ട അവധി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളെ കണ്ടാൽ മാറിക്കും. കാരണം ചിലപ്പോൾ അയാൾ വാഹനത്തിലാണ് വരുന്നതെങ്കിൽ അയാൾ വാഹനത്തിൽ പിടിച്ച് കയറ്റും. ഇയാൾ കടം എനിക്ക് വായ്പ എന്ന ആളല്ലേ, ആ വാഹനത്തിൽ കയറിക്കോളൂ, ഞാൻ അവിടെ കൊണ്ട് ആക്കി തരാന്ന് പറയും. ഇല്ല, നമ്മളൊരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിക്കില്ലേ, വണ്ടിയിൽ പോവുകയാണെങ്കിൽ അയാളെ വലിച്ച് ഇറക്കി കൊടുക്കാന്ന് വിചാരിക്കില്ലേ. അങ്ങനെ പോലും ഉപകാരം ഈ വായ്പ കൊടുത്തവർ സ്വീകരിക്കുകയില്ലായിരുന്നു. കാരണം അയാൾക്കൊരു പ്രയാസമായിട്ട് തോന്നും, എന്നെ കണ്ട വഴി നിന്ന് ഇയാൾ പിക്ക് ചെയ്യണം, ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെ പോലും ഒരു പ്രത്യുപകാരം സ്വീകരിക്കാത്തവരായിരുന്നു. ഞാൻ നുരീദ് മിൻകും ജസാഅൻ വലാ ശുക്കൂറ എന്നാണ്. താങ്ക്സ് പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. ഞാൻ നുരീദ് മിൻകും ജസാഅൻ വലാ ശുക്കൂറ. താങ്ക്സ് എന്ന് പറയുന്നത് താങ്ക്സ് എന്ന് പറയുന്നത് നന്ദി ഇല്ലാത്തതെന്ന് പറയും. ആ പറച്ചിൽ തന്നെ ഈ അജനാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇതിൽ മഞ്ഞുമല്ലത കല്ലതി, അവൻ ഒരാളെ പോലെയാണ്. യുൻഫിഖു മാലഹു റിആ അന്നാസി. റിആ എന്ന് പറഞ്ഞാൽ റിയാ ഇല്ലേ, ലോകമാന്യം, കാണിക്കൽ, മറ്റുള്ളവരെ കാണിക്കൽ. യുറാഊന അന്നാസ എന്ന് പറഞ്ഞു. ഇത് റഅമെന്ന് വന്നാലേ, റഅമെന്ന് എവിടെ നിന്ന് വന്നാണ്? റഅ അല്ല, എന്നിട്ടാണ് യുറാഊന, അല്ലദീനഹും യുറാഊൻ, അവർ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരാണ്. റിയാ അല്ലെങ്കിൽ റിആ എന്ന് പറഞ്ഞാൽ കാണിക്കൽ. അതെ, റിയാ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരെ കാണിക്കൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്ന അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. ഖാലു മാ ഹി. അത് അപ്പൊ എന്താണ് അതെന്ന് ചോദിച്ചപ്പോൾ, എന്താണ് ശിർക്കുൽ അസ്ഗർ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിയാ, അതാണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യൽ. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യൽ എന്താണ്? ശിർക്കാണ്. എങ്ങനെയാണ് ഷിർക്ക്? ഷിർക്കുൽ അസ്ഗർ, മൈനർ ഷിർക്ക്. ഷിർക്ക് മൈനർ ഷിർക്കും മേജർ ഷിർക്കും ഉണ്ട്.
അള്ളാഹുടെ അധികാരാവകാശങ്ങളിലോ അള്ളാഹുടെ അസ്മാ സിഫാത്തുകളിലോ വിശേഷങ്ങളിലോ ഗുണങ്ങളിലോ ഒക്കെ ആരെങ്കിലും പങ്കു ചേർത്താൽ അത് എന്ത് ഷിർക്കാണ്? അത് മേജർ ഷിർക്കാണ്. അതേപോലെ റിയാ പോലുള്ള സംഗതിയൊക്കെ വരുമ്പോൾ എന്താണ് അവിടെ റിയാ എന്ന് പറയുമ്പോൾ എന്താണ്? അള്ളാഹിന്റെ ഒരു നല്ല പ്രതിഫലം ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവന് മനസ്സിൽ എന്താണ്? ഞാനത് കൊടുത്തു, അള്ളാഹ് എനിക്ക് കൂടി തരണം, അല്ലേ? അള്ളാഹ് എനിക്ക് കൂടി തരണം എന്ന ഉദ്ദേശത്തിലാണ് കൊടുക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല അയാൾ വിചാരിക്കുന്നത് എന്താണ്? അള്ളാഹ് കൂടി തരണം, എനിക്ക് പ്രതിഫലം കിട്ടണം എന്ന് ഒക്കെ ഉണ്ട്. പക്ഷേ അത് മാത്രമല്ല അയാളുടെ ഉദ്ദേശം. മറിച്ച് എന്താണ്? ജനങ്ങളത് കാണണം, എന്റെ പേര് ആദ്യം ഈ എമൗണ്ട് വരണം, അപ്പോൾ ജനങ്ങൾ കണ്ടാൽ അത് പ്രശംസിക്കണം, നല്ലോണം ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താണ്? പ്രശംസയും വേണം, അള്ളാഹയും വേണം. എന്തായി? രണ്ടും കൂടെ ശരിക്കായി. ബഹുദൈവങ്ങളും വേണം, ദേവതകളും വേണം, അള്ളയും വേണം എന്ന് പറഞ്ഞാൽ എന്തായി? ശിർക്കായി. അള്ളയോടും പ്രാർത്ഥിക്കും, ദേവതകളോടും പ്രാർത്ഥിക്കുമെങ്കിൽ ശിർക്കായി. അതേപോലെയാണ് അവൻ അള്ളാഹിന്റെ മാർഗത്തിൽ അല്ലെങ്കിൽ ചിലവഴിക്കുന്നു, പക്ഷേ അള്ളാഹിന്റെ കൂടി മാത്രമല്ല അവൻ ഉദ്ദേശിക്കുന്നത്, ജനങ്ങൾ കാണണം എന്നുകൂടി ഉദ്ദേശിക്കുന്നു. അപ്പൊ എന്തായി? ജനങ്ങൾ കാണലും കൂടെ ആയപ്പോ എന്തായി? ശിർക്കായി. വലാ യുഅ്മിനു. അപ്പോഴെന്താണ്? യഥാർത്ഥം പറഞ്ഞാൽ അവന് ഈമാൻ ഇല്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈമാൻ അക്സുൽ കുഫർ അല്ല കേട്ടോ. ഇവിടെ കുഫറിന് വിപരീതമായ ഈമാൻ അല്ല ഈ പറയുന്നത്. അതെന്താണ്? കുഫറുൻ ദൂനൽ കുഫർ എന്ന് പറയും. കുഫറിന് താഴെയുള്ള കുഫർ. അയാൾ മുഅ്മിനാണ്, പക്ഷേ നബി പറയില്ല അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. എനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് മറ്റേ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ ആരും വിശ്വാസിയാകുന്നതല്ല എന്ന് പറഞ്ഞാൽ അയാൾ പേന ചോദിച്ചു, ഞാൻ കൊടുത്തില്ല, അല്ലെങ്കിൽ ഞാൻ എന്താ സംഭവം ചോദിച്ചു, ഞാൻ കൊടുത്തില്ല, അപ്പൊ ഞാൻ ഉടനെ കാഫറാവോ? കാഫറാവില്ല. പക്ഷെ എന്താണ്? അത് ഈമാനിന് യോജിച്ചതല്ല. അതിനാണ് കുഫ്രൻ ദൂനൽ കുഫർ എന്ന് പറയുന്നത്. കുഫറില്ല, പക്ഷെ എന്താണ്? ഈമാനിന് യോജിച്ച പണിയല്ല എന്നാണ് പറഞ്ഞത്. അതേപോലെ എന്താണ്? അങ്ങനെയുള്ളവർക്കൊന്നും ഒരു ഈമാൻ ഇല്ല എന്ന് നമ്മൾ പറയുമല്ലോ. അങ്ങനെയാണ്. അല്ലാതെ അവരെയൊക്കെ യാഹികൾ കാഫിറുകൾ എന്ന് വിളിക്കാൻ പാടില്ല. അതെന്താണ്? അതാണ് തീവ്രവാദം. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ് ജനങ്ങളുടെ ലോകമാണെന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്നവൻ അവന് ആഖിറത്തിലും വിശ്വാസമില്ല, അള്ളാഹിലും വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാഫിറെന്ന് വിളിക്കാം? അങ്ങനെ പറയാൻ പാടില്ല. അവൻ മില്ലത്തിൽ തന്നെയാണ്, ഇസ്ലാമിക സമൂഹത്തിൽ തന്നെയാണുള്ളത്. പക്ഷെ ഇതൊന്നും എന്തല്ല? ഈമാനിന് യോജിച്ച പണിയല്ല. അള്ളയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന് യോജിച്ച പണിയല്ല. ഫമസലുഹു, അവന്റെ ഉദാഹരണം എങ്ങനെയാണ്? ഫമസലുഹു, അപ്പോൾ അവന്റെ ഉദാഹരണം മസലി, ഉദാഹരണം പോലെയാണ്. സഫ്വാൻ, ഒരു മിനുസമുള്ള പാറ. സഫ്വാൻ എന്തായിരിക്കുന്നത്? മിനുസമുള്ള പാറ. മിനുസമുള്ള പാറ. മിനുസമുള്ള പാറ പോലെയാണ്. ഇവിടെ പാറയാണ്. ആ പാറ എന്താണ്? മുകൾ ഭാഗം സോഫ്റ്റ് ആണ്. സഫ്വാൻ സോഫ്റ്റ് ആയിട്ടുള്ള പാറ. അലൈഹി തുറാബിൻ, അതിന്റെ മേലെ എന്തുണ്ട്? മണ്ണുണ്ട്. അപ്പൊ മിനുസമുള്ള പാറപ്പുറത്ത് മണ്ണ് വീണു. അപ്പൊ അസാബഹു വാബിലുൻ. വാബിൽ എന്ന് പറഞ്ഞാൽ പേമാരി. പേമാരിയല്ല, ശക്തമായ മഴ. മാരിക്ക് പേ പിടിക്കില്ല കേട്ടോ. നമ്മൾ പണ്ടേ അങ്ങനെ പറഞ്ഞതുകൊണ്ട് വാക്ക് പറഞ്ഞു വന്നു എന്നാണ് നമ്മൾ പറയുമ്പോൾ. ചിലപ്പോൾ ഇവിടെ പേമാരി നേരിട്ടുണ്ടാകുന്നത് കനത്ത മഴ എന്നാണുള്ളത്. കാരണം മാരിക്ക് പേ ഇല്ല. കാരണം എന്താണ്? അത് അള്ളാന്റെ കണക്കിൽപ്പെട്ടത്. കതിരുന്നല്ല, നിശ്ചിത അളവിൽ ആണ് നാം ആകാശത്ത് മഴ ഇറക്കുന്നത്. അപ്പൊ വാബിൽ നസാബഹു, വാബിൽ എന്ന് പറഞ്ഞാൽ ശക്തമായ മഴ പെയ്തു. പിന്നെ ഈ മിനുസമുള്ള പാറയല്ലേ, അത് ശക്തമായ മഴ പെയ്തപ്പോൾ എല്ലാം പോയി. അപ്പൊ തറക്കഹു, അപ്പോൾ ആ സഫ്വാനെ തറക്ക ഒഴിവാക്കി. എങ്ങനെ ഒഴിവാക്കി? വിട്ടു. സൽദൻ, ഒന്നുമില്ലാത്തതായി.
ആ, കട്ടിയുള്ള പാറ മാത്രമായി അതിന്റെ മുകളിൽ പണി കിടന്നാൽ എന്താവും? മണ്ണുണ്ട്, അപ്പൊ ഇളകി കളയല്ലേ. അപ്പൊ കട്ടിയുള്ള പാറ മാത്രമാക്കി അതിന് വിട്ടേച്ചു, അതിനെ വിട്ടു. അപ്പൊ തറക്ക ഒഴിവാക്കി, സ്വൽദൻ കട്ടിയുള്ള പാറ മാത്രമായിട്ട് ഒഴിവാക്കി. അപ്പം മുകളിൽ കിടന്ന മണ്ണെല്ലാം പോയി എന്ന് പറഞ്ഞതുപോലെയാണ്. ആ മണ്ണിനെയാണ് ഇത് സദക്ക ചെയ്തു. ആ സദക്ക എവിടെയാണ്? മിനിസമുള്ള പാറയില. ഒരവസരം കിട്ടി, അത് എടുത്തു പറയാനുള്ള അവസരം കിട്ടി, അയാളെ ബുദ്ധിമുട്ടിക്കാൻ ചാൻസ് കിട്ടി. അപ്പൊ എന്തായി? എടുത്തു പറഞ്ഞത് ഒരു ശക്തമായ മഴ പെയ്തത് പോലെയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പോയി. തറക്കഹു സൽദൻ. അപ്പൊ പിന്നെ എന്തായി? അയാളുടെ അക്കൗണ്ട് 0 ആയി, നെഗറ്റീവായി. അവൻ ഒന്നും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ഇല്ല. എത്തദറൂൻ അലാ ഷൈഇൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിന്റെ ഫലം ആസ്വദിക്കാൻ കഴിയുന്നില്ല. ഒരുപാട് പണം ചെലവഴിക്കുമെങ്കിലും അതിന്റെ ഫലം അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നില്ല. എത്തദറൂൻ അലാ ഷൈഇൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നും അതിന്റെ റിസൾട്ട് അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നില്ല. റിസൾട്ട് അവർക്ക് കിട്ടുന്നില്ല. കാരണം എന്താ? അവർ ചാൻസ് കിട്ടിയാൽ എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എന്തായി? സഫ്വാൻ പോലെയായി. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. ഇതെന്ത് പറഞ്ഞു? ഈ പണിയൊക്കെ കുഫറിന്റെയാണ്. അങ്ങനെയുള്ളവരെ അള്ളാഹ് വഴി കാണിക്കില്ല. അള്ളാഹ് വഴി കാണിക്കുന്നത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക, അനങ്ങാതിരിക്കുക, വേറെ ആൾക്ക് പറയാതിരിക്കുക. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹ് അർശിന്റെ തണൽ കൊടുക്കും. സബയത്തിന് യുള്ളിലുഹുമുല്ലാഹി യുള്ളിഹി യൗമലാ യുല്ല ഇല്ലാ യുല്ലുഹു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. വറജുലുൻ തസദ്ദഖ അഖ്ഫ. ഒരു മനുഷ്യൻ അത് തസദ്ദഖ അഖ്ഫ രഹസ്യമായി കൊടുത്തു, സദഖ ചെയ്തു. ഹത്താ ലാ യഅലമു ശിമാലുഹു മാ യുൻഫിഖു ബിയമീനിഹി. അവന്റെ വലത് കൈ കൊണ്ട് കൊടുത്തതിനെ ഇടത് കൈ പോലും അറിയാത്ത രീതിയിൽ, അവന്റെ ഒരു അവയവം പോലും അറിയാത്ത രീതിയിലാണ് അവൻ കൊടുത്തിട്ടുള്ളതെങ്കിൽ അവനിക്ക് എന്ത് ചെയ്യും? 7 വിഭാഗത്തിൽ ഒരു വിഭാഗമായിട്ട് അവനെ പരിഗണിക്കുകയും സൂര്യൻ തലയ്ക്ക് മീതെ ഒരു ചാൻ ഉയരത്തിൽ മാത്രം നിൽക്കുന്ന സന്ദർഭം വരുമ്പോ എല്ലാവരും അവരവൻ ചെയ്ത പാപത്തിന്റെ കണക്കനുസരിച്ച് വിയർപ്പിൽ കുളിച്ചു നിൽക്കുമ്പോൾ ചിലർ നെയ്യാണി വരെ, ചിലർ മുട്ട് വരെ, ചിലർ നീര്, ചിലർ കഴുത്ത് വരെ ഒക്കെ മുങ്ങിപ്പൊങ്ങി നിൽക്കുമ്പോൾ അള്ളാന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന ആർക്കാണ്? റജുലൻ തസദ്ദഖ അഖ്ഫ ഹത്താ ലാ യഅലമു ശിമാലുഹു മാ യുൻഫിഖു ബിയമീനിഹി. എന്റെ വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈ പോലും അറിയാത്ത രീതിയിൽ രഹസ്യമായി സദഖ ചെയ്തവനാണ്. അങ്ങനെ മനസ്സിൽ കരുതണം. അവന് മനസ്സിൽ വേണ്ട. അങ്ങനെ മനസ്സിലില്ലാത്തതിനെ സംബന്ധിച്ചോളം അള്ളാഹ് ഒരു ഗൈഡൻസ് കൊടുക്കില്ല. ലാഹിദി എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഗൈഡൻസ് കൊടുക്കില്ല. ഓമൽ കാഫിൻ അവർ എന്താണ്? നേരത്തെ പറഞ്ഞ ഈമാനും ചോദിച്ചാലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താണ്? കുഫ്റാണ്. നിങ്ങളൊരു കുഫ്റാണ് ചെയ്യുന്നത് പറഞ്ഞു. എടാ സുന്ദരി, പറയൂ പറയൂ. കഴിഞ്ഞ പ്രാവശ്യം വലിയനെ കുറിച്ച് ഞാൻ ക്ലാസ്സിന്റെ ലാസ്റ്റ് പറയാന്ന് പറഞ്ഞിനി, പിന്നെ അത് പറഞ്ഞില്ലല്ലോ. വലിയനെ കുറിച്ചോ? വലിയനെ കുറിച്ച് സമയം ഉണ്ടെങ്കിൽ പറയാന്ന് പറഞ്ഞതേനി. കഴിഞ്ഞ ഇപ്പൊ എന്റെ മനസ്സിൽ നിന്ന് പോയി. എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? വലിയനെ കുറിച്ച് പറയാന്ന് പറഞ്ഞതേനി. അടുത്ത ക്ലാസ് പറയാന്ന് പറഞ്ഞിട്ട് വലിയനെ കുറിച്ചാണ് സമയം ഉണ്ടെങ്കിൽ പറയും. വലിയനെ കുറിച്ചിട്ട് പൂർണ്ണമായിട്ട് പോയല്ലോ. എന്തോ ആ സംഭവം, ആ സംഗതി ഓർമ്മ വന്നാലേ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതാ. വലിയന്റെ അർത്ഥം പിന്നെ ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. രക്ഷാധികാരി ആത്മമിത്രം എന്നൊക്കെ രക്ഷാധികാരി, ആത്മവൃത്തം,
അതേപോലെ ഒരുപാടുണ്ടാകും. അതെല്ലാം അള്ളയാണ് രക്ഷകർത്താവും പറഞ്ഞു. എന്താണ്? വലിയ. അള്ളാഹു വലി എന്ന് പറയുന്നത് അള്ളയാണ് രക്ഷാധികാരി. അല്ലദീന ആമനു എന്നതിലേക്ക് ഇലാഫത്ത് ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. വലിയനെ അല്ലദീനയിലേക്ക് ഇലാഫത്ത് ചെയ്തതാണ്. പിന്നെ അല്ലദീന ആമനു വിശ്വസിച്ച വലിയാണ് ഇവിടെ. ഇതൊക്കെ നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നതാണോ? അത് അത് പറഞ്ഞത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിട്ട് അത് നോക്കണേ. അതല്ല അത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇതിപ്പോ നിങ്ങൾ ഈ വായിച്ചൊക്കെ എഴുതി വെച്ചതിനെ കുറിച്ചാണ് വായിച്ചത്. എഴുതി വെച്ചൊക്കെ പൂർണ്ണമല്ല എന്നുണ്ടെങ്കിൽ എഴുതി വെച്ചൊക്കെ തെറ്റാവില്ല. ക്ലാസ് എടുക്കുന്ന സമയത്ത് നോട്ട് എഴുതരുത് കേട്ടോ. ക്ലാസ് ഇത് തുടങ്ങുമ്പോൾ നിങ്ങൾ ചെവിയിൽ വരുന്നില്ലേ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ഒരു മെസ്സേജ് വരുമോ? ക്ലാസ് റെക്കോർഡ് ചെയ്യുന്ന മെസ്സേജ് വരില്ലേ? ഇല്ല. എല്ലാവരും റെക്കോർഡ് ചെയ്തിട്ടിട്ടായിരുന്നല്ലോ. വളരെ